നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, അമ്മയ്ക്ക് സി കേസരി വീട്ടിൽ പോണെങ്കിൽ പോവാം. അവിടെ ചെന്ന് പ്രണവിനെ കാണാം. ചിലപ്പോ അവൻ അമ്മയൊന്നും പറയില്ല. പകരം അവന്റെ കാവൽ നായ്ക്കളുണ്ട്, ശിവാനിയും സി കേസിയും ജ്യോതിർമയും. പരിഹസിക്കൊന്നും മാത്രമല്ല, ചിലപ്പോ തല്ലിന്നും വരും. അതൊന്നും കാര്യമാക്കണ്ട. എത്ര നാണം കെട്ടിട്ടായാലും ഗൗതം അനാഥനാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കരുതേന്നും പറഞ്ഞ് അമ്മ പ്രണവിന് മുമ്പിൽ യാചിക്കണം. എനിക്ക് വേണ്ടി അമ്മ പ്രണവന്റെ കാല് പിടിച്ച് കരയും വേണം. നെഞ്ചു പൊട്ടി അങ്ങോട്ട് കരഞ്ഞു പിടിച്ച് എന്റെ ദത്തുപുത്രനെ അപമാനിക്കരുതെന്ന് അപേക്ഷിക്കണം. അത്രയൊക്കെ മാത്രമേ പ്രണവിന് ഈ അമ്മയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പിന്നെന്താ സംഭവിക്കുക? അവന്റെ മനസ്സലിയും. ഞാൻ അനാഥനാണെന്നും പറഞ്ഞ് എന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവില്ല എന്ന് മാത്രമല്ല, അവൻ വേണമെങ്കിൽ എല്ലാ സ്വത്തുക്കളും എനിക്ക് വിട്ടുതരാമെന്നും സമ്മതിക്കും. പക്ഷേ പ്രണവിന്റെ മുന്നിൽ നിന്ന് അമ്മ ഇരന്നു വാങ്ങിക്കൊണ്ടുവരുന്ന ആ സൗഭാഗ്യമുണ്ടല്ലോ, അത് അനുഭവിക്കാൻ ഇനി ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. എന്താന്ന് വെച്ചാൽ ചെയ്യാം അമ്മയ്ക്ക്, എവിടാന്ന് വെച്ചാൽ പോവുകയും ചെയ്യാം. തൽക്കാലം അത്രേ ഞാൻ പറയുന്നുള്ളൂ. മോനെ മോനെ നിക്കടാ. എടാ ഗൗതം, നിക്ക്. നിങ്ങൾക്ക് ആർക്കും എന്റെ മനസ്സറിയണ്ടല്ലോ. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും സ്വന്തം സന്തോഷത്തിന് വേണ്ടിയാ. എന്താന്ന് വെച്ചാൽ അയക്കൂ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, വെറുതെ എന്നെ വിളിച്ചേക്കരുത്, കേട്ടല്ലോ. നീ എന്തിനാ നിധി എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോയത്? അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയണം. ഇല്ലെങ്കിൽ പിന്നീട് അറിയുമ്പോൾ അതിന്റെ വേദന കൂടും. ഇതിലൊരെണ്ണത്തിൽ വിഷം കലക്കി കൊടുക്കാന്ന് വിചാരിച്ച പോലും അപകടമാ. പ്രണവ് അവിടെയുണ്ട്. അബദ്ധത്തിൽ എങ്ങാനും മാറിപ്പോയാ കുഴപ്പമാവും. സാരല്ല, ഇനി അവസരം വരും. ആ കാര്യങ്ങളൊക്കെ ഞാൻ കെയർഫുൾ ആയിട്ട് തന്നെ നോക്കിക്കോളാം. ഒരു വീഴ്ചയും വരത്തില്ല. ഗസ്റ്റിന് ആദ്യം കൊടുക്കുക. ഞാൻ മാനേജറോട് ടിക്കറ്റിന്റെ കാര്യം ചോദിക്കട്ടെ. ആ, പ്രണവിന്റെ ടിക്കറ്റിന്റെ കാര്യം എന്തായി? ആ, ഓക്കെ ശരി. ആ പ്രണവേ, ടിക്കറ്റ് മാനേജറുടെ കയ്യിലുണ്ട്. അതൊന്ന് പോയി വാങ്ങാമോ? ആ, ഞാൻ പോയിട്ട് ഞങ്ങള്. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി വാങ്ങി തരുന്നതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അല്ലല്ല, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അവന്റെ ഒരു ഡൽഹി യാത്ര. നീ എങ്ങോട്ടാ പോകാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ ആ ടിക്കറ്റ് കിട്ടിയോ? കിട്ടിയ
എങ്കിലാ ജ്യൂസ് കുടിക്കും ആ